യാ റസൂലല്ലാഹ്, അല്ല അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ ഒരുപാട് നിസ്കരിക്കുന്ന വ്യക്തിയല്ല, ഫർള് നിസ്കാരം മുടക്കാറില്ല. ഒരുപാട് ഞാൻ നിസ്കരിക്കുന്ന വ്യക്തിയല്ല, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയുമല്ല, ഒരുപാട് സ്വതക്കകളും ഒരുപാട് നോമ്പുകളും നോറ്റുവീടുന്ന വ്യക്തിയല്ല ഞാൻ. യാ റസൂലല്ലാഹ്, എന്നിൽ ഒരു ഗുണമുണ്ട് നബിയേ, എന്നിൽ ഒരു ഗുണമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് മോനെ നിന്നിലുള്ള ഗുണം എന്ന് പറയേ. ആ സ്വഹാബി അവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടം വെക്കുന്നുണ്ട്, ഞാൻ അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടം വെക്കുന്നുണ്ട്. വഉഹിബ്ബു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ അങ്ങയെയും ഞാൻ വല്ലാതെ ഇഷ്ടം വെക്കുന്നുണ്ട് നബിയേ. എന്റെ ഇഷ്ടം അങ്ങയോടാണ്, എന്റെ ഇഷ്ടം അങ്ങയോടാണ്. അല്ലാഹുവിന്റെ റസൂല് ആ സ്വഹാബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, എന്നാൽ കേട്ടുകൊള്ളുക മോനെ, എന്നാൽ കേട്ടുകൊള്ളുക. മൻ അഹബ് അന്ത മാ മൻ അഹബബ്ത. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടിയാണ്, നീ മോനെ ആരെയാണോ ഇഷ്ടം വെക്കുന്നത്, നീ ആരെയാണോ പ്രിയം വെച്ചത്, നീ അവരോടൊപ്പം സ്വർഗത്തിലാണെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ആരെ പ്രിയം വെച്ചോ അവരോടൊപ്പം നിനക്ക് സ്വർഗത്തിൽ പോകാം. നമ്മൾ മദീനയിൽ പോയത് എന്തിനാ നമ്മൾ മദീനയിൽ പോയത്? മുത്തുനബിയോടുള്ള ഇഷ്ടമല്ലേ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടമല്ലേ? അല്ലാഹു വീണ്ടും വീണ്ടും ആ മണ്ണിലെത്താനുള്ള ഭാഗ്യം തരട്ടെ, വീണ്ടും വീണ്ടും ആ മണ്ണിലെത്താനുള്ള ഭാഗ്യം തരട്ടെ. അത് മദീനയോടുള്ള ഹുബ്ബാണ്, അത് റസൂലുള്ളാഹിയോടുള്ള ഹുബ്ബാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ പല സ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് മദീനയെ കുറിച്ച് പറയാൻ പറ്റുന്നതുപോലെ ഒന്ന് പറയാൻ മറ്റെന്തുണ്ട് നമുക്ക് പറയാൻ? പ്രവാചകനെ കുറിച്ച് പറയാൻ പറ്റുന്നത് പോലെ നമുക്ക് എന്തുണ്ട് മറ്റൊന്ന് പറയാൻ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെയാണ് നാം സ്നേഹിച്ചതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിനെയാണ് ഞാനും നിങ്ങളും സ്നേഹിച്ചതെങ്കിൽ, നമുക്ക് കടക്കാം ഹബീബിനോടൊപ്പം സ്വർഗത്തില്. മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്നെ ഇഷ്ടപ്പെട്ടവരുണ്ടോ അവർക്ക് എന്നോടൊപ്പം സ്വർഗത്തിൽ കടക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വഴിയിൽ പിന്നെ വണ്ടി തടസ്സമായിട്ട് ഇപ്പോൾ അന്ന് ആ വഴിയിലിട്ടിരിക്കുന്നവരൊന്ന് മാറ്റിയിട്ട് മുകളിലോട്ടൊന്ന് കൊണ്ടുവരണം. നോക്കിൻ, അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടാല് അവന് സ്വർഗമുറപ്പാണ്, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, അല്ലാഹു അവനെ വല്ലാതെ ഇഷ്ടം വെക്കുന്നു. നബിതങ്ങളെ അങ്ങോട്ട് എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ ഉപരിയായി നബിതങ്ങൾ ഇങ്ങോട്ട് നമുക്ക് സ്നേഹം തരും. അത് നബിയുടെ ഒരു പ്രത്യേകതയാണ്. നബിതങ്ങളോട് നമ്മൾ എത്രത്തോളം അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്നുവോ ആ ഹബീബ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേറെ സ്നേഹം നബിതങ്ങൾ ഇങ്ങോട്ട് തരും. എന്തിനധികം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം പറഞ്ഞില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചെറിയ സംഭവം